ഹായ്, ഗുഡ് മോർണിംഗ് ഓൾ. നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് മഹീന്ദ്ര സ്കോർപിയോ ക്ലാസിക് പരിചയപ്പെടുത്താനാണ്. ഏറ്റവും ടോപ്പ് എൻഡ് മോഡലാണ് ഈ വാഹനം. അപ്പോൾ നമ്മൾ നേരെ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നായിട്ട് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക, സപ്പോർട്ട് ചെയ്യുക. ഇപ്പോൾ നമ്മുടെ കൂടെയുള്ളത് മഹീന്ദ്ര സ്കോർപിയോ ക്ലാസിക് ആണ്. നമ്മുടെ ഈ ഒരു വെഹിക്കിൾ ലോഞ്ച് ചെയ്തത് 2002-ലാണ്. നമുക്ക് ഇത്രയും കാലഘട്ടങ്ങളായിട്ടും ഈ വണ്ടി നമുക്ക് ഏറ്റവും കൂടുതൽ വിറ്റുപോകുന്ന മഹീന്ദ്രയുടെ ഏറ്റവും വലിയൊരു ക്ലാസിക് ലുക്കുള്ളൊരു വെഹിക്കിളാണ് മഹീന്ദ്ര സ്കോർപിയോ. നമുക്ക് 2024 വന്നൊരു പുതിയ മോഡൽ ഡിസൈൻ ആയിട്ടുള്ള വെഹിക്കിളാണ് ഈ കാണുന്നത്. നമുക്ക് വണ്ടി മുഴുവനായിട്ട് ഞാൻ ഒന്ന് കാണിച്ചു തരാം. നമുക്ക് മുൻവശത്ത് നോക്കുന്ന സമയത്ത് മഹീന്ദ്ര ന്യൂ സിഗ്നേച്ചർ ഗ്രില്ല് കൊടുത്തിട്ടുണ്ട്. അതേപോലെ ട്വിൻ പീക്ക് എന്നുള്ള ലോഗോ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് മുൻവശത്തായിട്ട് ഈ ഒരു ഭാഗത്തായിട്ട് ഫോഗ് ലാമ്പ് കൊടുത്തിട്ടുണ്ട്. ഇത് സ്കോർപിയോന്റെ ഏറ്റവും ടോപ്പ് എൻഡ് മോഡലാണ്. S11 എന്നുള്ള വേരിയന്റ് ആണ് നമ്മളിപ്പോൾ പരിചയപ്പെടുന്നത്. പിന്നെ ഇവിടെ ആയിട്ട് നമ്മൾ ER കൊടുത്തിട്ടുണ്ട്. ഇത് LED ആണ് വരുന്നത്. നമുക്ക് ഇവിടെ താഴെയായിട്ട് ഹാലജൻ ആണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് ഹെഡ്ലൈറ്റ് യൂണിറ്റ് വരുന്നത് ഇവിടെ നമുക്ക് ഹാലജനും അതേപോലെ ഇത് പ്രൊജക്ടർ ഹെഡ് ലാമ്പുമാണ് കൊടുത്തിരിക്കുന്നത്. അതേപോലെ തന്നെയാണ് നമുക്ക് ഈ ഒരു സൈഡിൽ നോക്കുമ്പോഴും നല്ലൊരു ലുക്ക് കിട്ടുന്നുണ്ട്. ഒരു SUV റിയൽ SUVന്റെ ലുക്കാണ് നമുക്ക് സ്കോർപിയോയിൽ കിട്ടുന്നത്. പിന്നെ നമുക്ക് ടയർ സൈസ് നോക്കുന്ന സമയത്ത് 17 ഇഞ്ചിന്റെ ഡയമണ്ട് കട്ട് അലോയ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. ഫ്രണ്ടില് ഡിസ്ക് ബ്രേക്ക് ആണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് ഇവിടെ ആയിട്ട് എംഹോക്ക് എന്നുള്ള ഒരു ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഈഗിളിന്റെ ഒരു ചിത്രവും കാണാം. പിന്നെ ഇവിടെ സൈഡ് ഇൻഡിക്കേറ്റർ കൊടുത്തിട്ടുണ്ട്. സ്കോർപിയോ എന്നുള്ള ഒരു ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. അത് പഞ്ച് ചെയ്ത് വെച്ചിരിക്കുകയാണ്. പിന്നെ നമുക്ക് മിറർ വരുന്നത് ഇലക്ട്രിക് ആണ്. മിറർ വരുന്നത് ഓവർവ്യം നമുക്ക് അകത്തുനിന്ന് തന്നെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു മിററാണ്. നമുക്ക് റൂഫിലായിട്ട് റൂഫ് റെയിൽ കൊടുത്തിട്ടുണ്ട്. അതേപോലെ ആന്റിന വരുന്നത് ഫ്രണ്ടിലാണ്. നമുക്ക് FM-ന്റെ ആന്റിന കൊടുത്തിരിക്കുന്നത്. സൈഡ് ഫുഡ് സ്റ്റെപ്പ് നമുക്ക് ഈ വാഹനത്തിൽ കൊടുക്കുന്നുണ്ട്. വീലിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് ഡ്രം ബ്രേക്ക് ആണ് കൊടുത്തിരിക്കുന്നത്. ഡിസ്ക് അല്ല, നമുക്ക് ഫ്രണ്ട് വീലിൽ മാത്രമേ ഡിസ്ക് ബ്രേക്ക് കൊടുക്കുന്നുള്ളൂ. റിയൽ വന്നിട്ട് ഡ്രം ബ്രേക്ക് ആണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ടൈൽ ലാമ്പ് കൊടുത്തിരിക്കുന്നത് ഫുൾ ലെങ്ത് ആയിട്ടുള്ള ഒരു ടൈൽ ലാമ്പാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ നമുക്ക് റിയറും അതേപോലെ ഇൻഡിക്കേറ്ററിന്റെയും കൊടുത്തിട്ടുണ്ട്. സ്റ്റോപ്പ് ലൈറ്റ് ആണ് ഈ കാണുന്നത്. പിന്നെ നമുക്ക് റിയർ സെൻസറും നമ്മൾ ഈ വാഹനത്തിൽ കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു റിഫ്ലക്ടർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് മുകളിലായിട്ട് ട്വിൻ പീക്ക് എന്നുള്ള ലോഗോ കൊടുത്തിട്ടുണ്ട്. ക്യാമറ നമുക്കിതിൽ വരുന്നില്ല. ക്യാമറ ടോപ്പ് എൻഡിലും വരുന്നില്ല. നമുക്ക് ആക്സറീസിൽ ആഡ് ചെയ്യണം. അതേപോലെ നമുക്ക് റിയർ വൈപ്പർ കൊടുത്തിട്ടുണ്ട്. ഡീഫോഗർ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഏറ്റവും ടോപ്പിലായിട്ട് സ്പോയിലർ കൊടുത്തിട്ടുണ്ട്. എഞ്ചിൻ പരിചയപ്പെടാം. 2200 cc എംഹോക്ക് എഞ്ചിനാണ് ഈ വാഹനത്തിൽ വരുന്നത്. 130 PS ആണ് ഈ വാഹനത്തിൽ പവർ വരുന്നത്. നമുക്ക് ഏകദേശം 14.5 കിലോമീറ്റർ ആണ് മൈലേജ് കിട്ടുന്നത്. നമുക്ക് വെഹിക്കിളിന്റെ ഇന്റീരിയർ ഒന്ന് പരിചയപ്പെടാം. ഇതാണ് നമ്മൾ സ്കോർപിയോ ക്ലാസിക്കിന്റെ ഇന്റീരിയർ വരുന്നത്. ഇത് ഫ്രണ്ട് എന്നുള്ള വ്യൂവും ഇത് റിയർ വ്യൂ ആണ് കാണുന്നത്. ഓക്കെ, നമുക്ക് ഡോർ പാനലിലേക്ക് നോക്കുന്ന സമയത്ത് 4 ഡോർ പവർ വിൻഡോ വരുന്നുണ്ട്. ഇവിടെ ഓട്ടോ സ്വിച്ച് വരുന്നുണ്ട്. ഈ ഒരു വിൻഡോ ഡൗൺ ചെയ്യാനുള്ള സ്വിച്ചാണ്, ഓട്ടോ സ്വിച്ചാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇത് റിയർ പവർ വിൻഡോ ലോക്ക് ചെയ്യാനുള്ള സ്വിച്ചാണ്. പിന്നെ നമ്മുടെ ഫോൺ അതേപോലെ എന്തെങ്കിലും നോട്ട്സ് കാര്യങ്ങളൊക്കെ വെക്കാനുള്ള സ്പേസാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ സ്പീക്കറിന്റെ കൊടുത്തിട്ടുണ്ട്. ഡോറ് തുറക്കാനുള്ള ഹാൻഡിൽ വരുന്നത് ഒരു ബ്ലാക്ക് കളറിലാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് സീറ്റ് വരുന്നത് ഒരു ബീജ് കളറുള്ള ഒരു സീറ്റാണ് കൊടുത്തിരിക്കുന്നത്. അതേപോലെ സീറ്റിൽ ഹൈറ്റ് അഡ്ജസ്റ്റ്മെന്റും നമുക്ക് ഈ വാഹനത്തിൽ കൊടുത്തിട്ടുണ്ട്. നമുക്ക് സ്റ്റിയറിംഗിലേക്ക് വരുന്നതിന് മുന്നായിട്ട് നമുക്ക് സൈഡിൽ ഇവിടെ നമുക്ക് ഹീറ്റിങ്ങിൻ്റെ ഒരു സ്വിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ നമുക്ക് ഫ്യൂവല് ഓപ്പൺ ചെയ്യാനുള്ള സ്വിച്ചാണ് കൊടുത്തിരിക്കുന്നത്. ഇത് വന്നിട്ട് നമുക്ക് ഹെഡ്ലൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള സ്വിച്ചും ഇവിടെ വന്നിട്ട് നമ്മുടെ ഈ മിറർ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഇലക്ട്രിക്കായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള സ്വിച്ചാണ് കൊടുത്തിരിക്കുന്നത്. റിമോട്ട് സെൻട്രൽ ലോക്ക് നമുക്ക് ഈ വാഹനത്തിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഹെഡ്ലൈറ്റിൻ്റെ ഇതിലേക്ക് നോക്കുമ്പോൾ ഇവിടെ പാർക്ക് അതേപോലെ ഹെഡ്ലൈറ്റ് ഓൺ ഡിമ്മും ബ്രൈറ്റിൻ്റെ സ്വിച്ചാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ സ്റ്റീറിങ്ങിലേക്ക് വരുന്ന സമയത്ത് നമുക്ക്
ലെതർ ഫിനിഷിംഗ് ആയിട്ടുള്ള ഒരു സ്റ്റിയറിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. സ്റ്റിയറിംഗിൽ ക്രൂയിസ് കൺട്രോൾ കൊടുത്തിട്ടുണ്ട്. ക്രൂയിസ് കൺട്രോൾ സ്പീഡ് കൂട്ടാനും കുറയ്ക്കാനുള്ള സ്വിച്ച് കൊടുത്തിട്ടുണ്ട്. ഇവിടെയായിട്ട് റീസെറ്റ് ചെയ്യാനുള്ള സ്വിച്ചാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഭാഗത്തായിട്ട് ഇൻഫോടൈൻമെന്റ് സിസ്റ്റം നമുക്ക് കൺട്രോൾ ചെയ്യാൻ 9 ഇഞ്ചിന്റെ ഇൻഫോടൈൻമെന്റ് സിസ്റ്റമാണ്. ഞാൻ ഓൺ ചെയ്ത് കാണിച്ചു തരാം. അത് കൺട്രോൾ ചെയ്യാനുള്ള സ്വിച്ചാണ് നമുക്ക് ഇവിടെ കൊടുത്തിരിക്കുന്നത്. വോളിയം കൂട്ടാനും കുറയ്ക്കാനും കോള് വരുമ്പോൾ അറ്റൻഡ് ചെയ്യാനുള്ള സ്വിച്ചും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് സോഴ്സിന്റെ സ്വിച്ചാണ്. നമുക്ക് അതേപോലെ ഇവിടെ ഈ സൈഡിൽ വരുന്ന സ്വിച്ച് നമുക്ക് വൈപ്പർ ഓൺ ചെയ്യാനുള്ള സ്വിച്ചാണ്. ഓക്കെ, അത് ഹൈ ലോ അങ്ങനെയുള്ള സ്വിച്ചാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് ഈ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് ഫുൾ അനലോഗ് ആയിട്ടുള്ളൊരു ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററാണ് നമുക്ക് ഈ വാഹനത്തിൽ കൊടുത്തിരിക്കുന്നത്. നമുക്ക് മീറ്റർ കൺസോളിലേക്ക് പോകുമ്പോൾ ഇവിടെ ട്രിപ്പിൻ്റെ ഒരു മോഡ് സ്വിച്ച് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ചേഞ്ച് ആവുന്നുണ്ട്. ട്രിപ്പ് ബി, ട്രിപ്പ് എ എന്ന് പറഞ്ഞിട്ട് അതിൽ ചേഞ്ച് ആവുന്നുണ്ട്. അതേപോലെ ഇവിടെ സെറ്റ് സ്വിച്ചാണ് കൊടുത്തിരിക്കുന്നത്. വേറെ അഡീഷണൽ സ്വിച്ചസ് ഒന്നും ഇവിടെ കൊടുത്തിട്ടില്ല. നമുക്ക് ഇൻഫോടൈം സിസ്റ്റം വരുന്നത് 9 ഇഞ്ചിൻ്റെയാണ് വരുന്നത്. ബ്ലൂടൂത്ത് കണക്ടിവിറ്റിയൊക്കെ നമുക്ക് ഈ സിസ്റ്റത്തിൽ വരുന്നുണ്ട്. AC കൊടുത്തിരിക്കുന്നത് ഓട്ടോ AC ആണ് നമുക്ക് കൊടുത്തിരിക്കുന്നത്. ACൻ്റെ കൂളിംഗ് വരുന്നതും ഇവിടെ ഒരു സിഗ്നലായിട്ട് കാണിക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ഇവിടെ ഈ ഒരു ഭാഗത്തായിട്ട് വുഡ് ഫിനിഷിങ്ങിൻ്റെ ഒരു ഇതാണ് കൊടുത്തിരിക്കുന്നത്. ഇത് മുഴുവനായിട്ട് വുഡ് ഫിനിഷിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. നല്ല കാണാൻ നല്ല ഭംഗിയുണ്ട്. പിന്നെ നമുക്ക് ഗിയർ ബോക്സ് വരുന്നത് 6 സ്പീഡാണ്. 6 സ്പീഡ് ഗിയർ ബോക്സ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു 2200 cc എംഹോക്ക് എഞ്ചിനാണ് ഈ വാഹനത്തിൽ വരുന്നത് എന്നുള്ളത് പറഞ്ഞിരുന്നു. 4 സിലിണ്ടറാണ്. 130 PS ആണ് പവർ വരുന്നത്. നമുക്ക് റിവേഴ്സ് ഗിയർ ഇടുന്ന സമയത്ത് മാത്രം ജസ്റ്റ് ഇവിടെ ഒരു ബട്ടൺ ഉണ്ട്. അത് മുകളിലേക്ക് ഷിഫ്റ്റ് ചെയ്തിട്ട് വേണം നമുക്ക് റിവേഴ്സ് ഇടാനായിട്ട്. എങ്കിൽ മാത്രമേ നമുക്ക് റിവേഴ്സ് വീഴുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് ഗിയറിലേക്ക് മാത്രമേ വീഴുള്ളൂ. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ നമുക്കിവിടെ ഒരു മൊബൈലിൻ്റെ 12 വോട്ടിൻ്റെ ഒരു ചാർജിങ്ങിൻ്റെ ഒരു പോയിന്റ് വരുന്നുണ്ട്. നമുക്ക് മൊബൈൽ വെക്കാനുള്ള ഒരു ചെറിയൊരു സ്പേസും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ ഭാഗത്തായിട്ടും നമുക്ക് കപ്പ് വെക്കാനുള്ള, നമ്മുടെ കപ്പ് വെള്ളം കുടിക്കാനുള്ള ബോട്ടിൽ വെക്കാനുള്ള ഒരു സ്പേസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഹാൻഡ് ബ്രേക്ക് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു ഗ്രിപ്പ് കൊടുത്തിട്ടുണ്ട്. മൊബൈൽ വെക്കാനുള്ളൊരു സ്പേസും ഈ ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഡ്രൈവർ സൈഡും അതേപോലെ കോ ഡ്രൈവർ സൈഡുമായിട്ട് 2 എയർ ബാഗാണ് ഈ വാഹനത്തിൽ വരുന്നത്. 6 എയർ ബാഗ് നമ്മൾ ഈ വാഹനത്തിൽ ഇപ്പോൾ കൊടുത്തിട്ടില്ല. അപ്ഡേറ്റഡ് ഇനി വരാൻ സാധ്യതയുണ്ട്. അതേപോലെ AC വെന്റ് വരുന്നത് നമുക്ക് ക്രോം ഫിനിഷിങ്ങിലാണ് വരുന്നത്. കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇത് നല്ലൊരു ക്രോം ഫിനിഷിങ്ങിലാണ് AC വെൻ്റൊക്കെ കൊടുത്തിരിക്കുന്നത്. ഇവിടെ ആയിട്ട് നമുക്ക് കൂളിംഗ് ഗ്ലാസ് വെക്കാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. റൂഫിലായിട്ട് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. സാധാ ഹാലജൻ ബൾബാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഭാഗത്തായിട്ട് നമുക്കൊരു മിറർ കൊടുത്തിട്ടുണ്ട്. ലേഡീസൊക്കെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഫേസൊക്കെ നോക്കാനും ഒരു മിറർ നമുക്കിവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് അത്യാവശ്യം വലിപ്പമുള്ളൊരു ഗ്ലോ ബോക്സ് ഇവിടെ വാഹനത്തിൽ കൊടുത്തിട്ടുണ്ട്. നമുക്കൊന്ന് റിയർ സീറ്റ് ഒന്ന് പരിചയപ്പെടാം. നമുക്ക് ഡോർ പാനലായിട്ട് പവർ വിൻഡോ സ്വിച്ചസ് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഇവിടെ നമുക്ക് ബോട്ടിൽ വെക്കാൻ ഒരു 2 ലിറ്ററിൻ്റെയൊക്കെ ബോട്ടിൽ വെക്കാനുള്ള സ്പേസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് സീറ്റ് വരുന്നത് 7 സീറ്ററാണ്. ഫ്രണ്ടിൽ 2 സീറ്റ് ഡ്രൈവറും കോ ഡ്രൈവറും. പിന്നെ ഇവിടെയായിട്ട് നമുക്കൊരു എന്താ പറയുക ക്യാപ്റ്റൻ സീറ്റാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഒരു സീറ്റ്, ഇവിടെ ഒരു സീറ്റ് കൊടുത്തിട്ടുണ്ട്. അതിൽ ഹാൻഡ് റെസ്റ്റും നമുക്ക് ഈ വാഹനത്തിൽ കൊടുത്തിട്ടുണ്ട്. 2 സീറ്റിലും കൊടുത്തിട്ടുണ്ട് ഹാൻഡ് റെസ്റ്റ്. നല്ല സ്പേസ് ഉള്ളൊരു വെഹിക്കിളാണ് കേട്ടോ. റിയറിലേക്കൊക്കെ വരുന്ന സമയത്ത് നല്ല സ്പേസ് ഉണ്ട്. നമുക്ക് കയറി നോക്കാം. അത്യാവശ്യം നല്ല സ്പേസ് ഉള്ളൊരു സീറ്റിൻ്റെ തന്നെ കൊടുത്തിരിക്കുന്നത്. നല്ല ലക്ഷറി ആയിട്ട് നമുക്ക് യാത്ര ചെയ്യാൻ പറ്റും. അതേപോലെ റിയർ AC വെൻ്റ് നമ്മൾ ഈ വാഹനത്തിൽ കൊടുത്തിട്ടുണ്ട്. 2 റിയർ AC വെൻറ്റും കൊടുത്തിട്ടുണ്ട്. അവിടെ തൊട്ട് താഴെയായിട്ട് ഒരു മൊബൈലൊക്കെ വെക്കാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. അതേപോലെ ഇവിടെ റിയർ പവർ വിൻഡോ സ്വിച്ചസ് കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഫ്രണ്ടിൽ നിന്നുള്ളൊരു വ്യൂ ഒന്ന് കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ ഫ്രണ്ടിൽ നിന്നുള്ള സ്കോർപ്പിയോൻ്റെ വ്യൂ വരുന്നത്. പിന്നെ നമുക്ക് ഇവിടെ ആയിട്ട് നമുക്ക് പിടിച്ചിരിക്കാനും പിടിച്ച് കയറാനായിട്ട് നല്ല സ്ട്രോങ് ആയിട്ടുള്ളൊരു ഗ്രിപ്പ് കൊടുത്തിട്ടുണ്ട്. അത് ഈ സൈഡ് 4 സൈഡിലും കൊടുത്തിട്ടുണ്ട്. ഡ്രൈവർ സൈഡിലില്ല, ബാക്കിയുള്ള എല്ലാ സൈഡിലും റിയറിലെല്ലാം കൊടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ സ്കോർപ്പിയോ ക്ലാസിക്കിൻ്റെ റിയർ സീറ്റ് വരുന്നത്. ബാക്കിൽ നമുക്ക് സീറ്റ് 3 സീറ്റായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ നമുക്ക് ഹെഡ് റെസ്റ്റ് വരുന്നുണ്ട്. ഇതിൽ ഹെഡ് റെസ്റ്റ് വരുന്നുണ്ട്. ബാക്ക് സീറ്റിൽ 2 സൈഡിലായിട്ടാണ് ഹെഡ് റെസ്റ്റ് കൊടുത്തിരിക്കുന്നത്. ഇതിൽ സെൻട്രലായിട്ട് ഇവിടെ നമുക്കൊരു ഹാൻഡ് റെസ്റ്റ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ബൂട്ട് സ്പേസ് ഒന്ന് പരിചയപ്പെടാം. 460 ലിറ്ററാണ് ബൂട്ട് സ്പേസ് വരുന്നത്. പിന്നെ നമുക്ക് റിയർ ഡോറിലായി 2 സ്പീക്കർ ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. 2 സ്പീക്കർ നമുക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് സീറ്റ് മറിച്ചിടാൻ പറ്റിയ ടൈപ്പുള്ള സീറ്റാണ്. എങ്ങനെയാണ് മറിച്ചിടുന്നത് എന്നുള്ളത് കാണിച്ചു തരാം. നമുക്ക് ഈ സീറ്റിൻ്റെ ഇവിടെ ആയിട്ടൊരു ലിവർ വരുന്നുണ്ട്. ആ ലിവർ താഴോട്ട് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ സീറ്റ് നമുക്ക് ഇങ്ങോട്ട് മറിച്ചിടാൻ പറ്റും. ഓക്കെ,
ബാക്ക് സീറ്റിൻ്റെ ഒരു വ്യൂ വരുന്നത്. ഇവിടെ നിന്നുള്ള ഫ്രണ്ട് വ്യൂ വരുന്നത്, ഉള്ളിലുള്ള ഇൻറ്റീരിയർ കാര്യങ്ങളൊക്കെ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക, അതുപോലെ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ വണ്ടിയുടെ ഓൺ റോഡ് പ്രൈസും കൂടെ ഞാൻ പറഞ്ഞു തരാം എത്രയാണ് വരുന്നതെന്നുള്ളത്. സ്കോർപിയോ ക്ലാസിക് S11 ഓൺ റോഡ് പ്രൈസ് 21,50,500 രൂപയാണ് ഓൺ റോഡ് പ്രൈസ് വരുന്നത്. ഇത് ഡിസംബർ പ്രൈസാണ്, 2024 പ്രൈസാണ് വരുന്നത്. 75,000 രൂപ വരെ നമ്മൾ ക്യാഷ് ഓഫർ ഈ വാഹനത്തിൽ കൊടുക്കുന്നുണ്ട് ഈ ഒരു മാസം ഡിസംബറിൽ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ വെഹിക്കിൾ എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മൾ താഴെ കാണുന്ന കോൺടാക്ട് നമ്പറിൽ ബന്ധപ്പെട്ടാൽ മതി. കൂടുതൽ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ നമ്മൾ ഷെയർ ചെയ്ത് തരുന്നതാണ്. ഓക്കെ, അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് വീഡിയോ നിർത്തുന്നു. അടുത്ത വീഡിയോയിൽ കാണാം.